ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു സോപ്പിൻ്റെ റെസിപ്പിയാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന പാർശ്വഫലങ്ങളൊന്നുമില്ലാത്ത ഒരു ഔഷധ ഗുണമുള്ള സോപ്പിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള ഒരു സോപ്പിൻ്റെ റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് എന്തെല്ലാമെന്ന് നോക്കാം. ഒരു പിടി തുളസിയില, ഒരു പിടി പനിക്കൂർക്കയില, കുറച്ച് ആര്യവേപ്പില ഇത്രയും, അതുപോലെ ഒരു തണ്ട് കറ്റാർവാഴയുടെ പൾപ്പ് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. ഇനി ഈ ഇലകളെല്ലാം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ തീരെ വെള്ളം ചേർക്കാതെ ശ്രദ്ധിക്കണം. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ. അതേപോലെ കറ്റാർവാഴയുടെ ജെല്ലാണ് ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ മേൽഭാഗം കട്ട് ചെയ്ത് ജെല്ല് ചേർത്ത് കൊടുക്കണം. ഇനി ഇവയെല്ലാം വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചത് നമുക്ക് ഒരു അരിപ്പയിലോട്ട് ഇതിൻ്റെ പൾപ്പ് മാത്രം ഒന്ന് അരിച്ചെടുക്കാം. ഈ ഇലയുടെയെല്ലാം അളവ് വേണമെങ്കിൽ കൂട്ടാവുന്നതാണ്. ഇനി ഒന്നുകൂടെ അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്ത ഇപ്പോൾ ഈ ബൗളിൽ ഒരു അര ബൗൾ മാത്രമേ ഇതിൻ്റെ പൾപ്പ് കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് സോപ്പ് ബേസാണ്. ഇത് ഓൺലൈനിൽ നിന്നെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. മീഷോയിൽ നിന്നാണ് ഞാൻ ഈ സോപ്പ് ബേസ് വാങ്ങിയിട്ടുള്ളത്. ഒരു അര പീസ് സോപ്പ് ബേസും 250 ഗ്രാം ഉണ്ടാകും. അതും 2 പിയേഴ്സ് സോപ്പും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. സോപ്പ് ബേസ് കുറവായത് കാരണമാണ് ഞാൻ പിയേഴ്സ് എടുത്തിരിക്കുന്നത്. ഒരു 500 ഗ്രാം സോപ്പ് ബേസ് ഉണ്ടെങ്കിൽ പിയേഴ്സിൻ്റെ ആവശ്യമില്ല. ഇവിടെ 2 പിയേഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്, പച്ച കളറിലുള്ളതും നീല കളറിലുള്ളതും. പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ഇതിലേക്ക് ആവശ്യമാണ്. ഇത് ബോയിൽ ചെയ്യുന്നത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ് ഈ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഈ സോപ്പിൻ്റെ മോൾഡിലേക്ക് ആദ്യം ഒന്ന് എണ്ണ പുരട്ടി വെക്കണം. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് തൂക്കി കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി വേണം ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ. ഒരു സോസ് പാനിലാണ് ഞാൻ ഈ സോപ്പ് ബേസും സോപ്പിൻ്റെ പീസും എല്ലാം ഇട്ട് മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. മെൽറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അതിൽ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ആ പീസുകൾ മാത്രം ഇട്ട് വേണം അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ. ഇത് നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്യണം. കൈ വെക്കാതെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം ഇതൊന്ന് മെൽറ്റ് ചെയ്ത് കിട്ടാൻ. മെൽറ്റ് ആയതിനു ശേഷം മാത്രമേ ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകൾ ചേർക്കാവൂ. ഇപ്പോൾ ഞാൻ ആ ഇലകളുടെ എല്ലാം പൾപ്പ് ജ്യൂസ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 സ്പൂൺ ഗ്ലിസറിനും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ഒരു സ്പൂണിന് 1 സ്പൂൺ ഗ്ലിസറിൻ മാത്രമേ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവൂ. അതേപോലെ 1 സ്പൂൺ വെളിച്ചെണ്ണയും. ഇതിൻ്റെ അളവെല്ലാം കൂടി പോവരുത്, അത് ശ്രദ്ധിക്കണം. വലിയൊരു ടേബിൾ സ്പൂൺ മാത്രമേ ഗ്ലിസറിനും വെളിച്ചെണ്ണയും ചേർക്കാവൂ. ഗ്ലിസറിൻ എല്ലാം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇനി ഇതിലോട്ട് ചേർക്കാനുള്ളത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. അത് ഓപ്ഷണലാണ്, വേണമെന്നില്ല. പക്ഷെ അത് സ്കിന്നിലെല്ലാം വളരെ യൂസ്ഫുൾ ആയത് കാരണമാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് ചേർത്ത് കൊടുക്കുന്നത്. ഇത് എൻ്റെ റെസിപ്പിയല്ല, എൻ്റെ ഉമ്മ ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് മുമ്പും സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ക്യാരറ്റും മഞ്ഞളും ചേർത്തിട്ടുള്ളത്.
സ്കിന്നിനെല്ലാം വളരെ ബ്രൈറ്റ്നെസ്സും കലകളെല്ലാം പോവാൻ നല്ലതാണ്. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ സ്കിന്നിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. കുട്ടികൾക്കെല്ലാം ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് ഒരിത്തിരി ഒന്ന് ചൂടാറണം. അധികം ചൂടാവുമ്പോൾ ഇത് ഈ പാത്രത്തിൽ ഇരുന്ന് തന്നെ സെറ്റാവും. ആ നല്ല ചൂടൊന്നും ഇങ്ങോട്ട് പോയതിന് ശേഷം ഒരു 2 മിനിറ്റ് മാത്രമേ ഇത് പുറത്ത് വെക്കാവൂ. അതിനുശേഷം നമുക്കിത് സോപ്പ് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മോൾഡിൽ ആദ്യം വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കാൻ ശ്രദ്ധിക്കണം. സോപ്പ് നമുക്ക് സെറ്റായി കഴിഞ്ഞാൽ ഇതിൽ നിന്നും എടുക്കാൻ എളുപ്പത്തിനു വേണ്ടിയാണ് അതിൽ വെളിച്ചെണ്ണ തൂകിക്കൊടുക്കുന്നത്. ഈ ചൂടോടുക്കെ തന്നെ വേണം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. അങ്ങനെ ഒഴിച്ചെന്ന് കരുതി ആ മോൾഡിന് ഉരുകുക ഒന്നുമില്ല. ചൂടോടുക്കെ തന്നെ വേണം, അല്ലെങ്കിൽ ആ ഉണ്ടാക്കിയ പാത്രത്തിൽ അത് സെറ്റാകും. ഇനി ഇതിൻ്റെ മേലെയുള്ള ബബിൾസ് എല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതൊഴിച്ച് വെച്ചതിന് ശേഷം ഇത് ഇളക്കാൻ പാടില്ല. ഇളക്കാതെ ഒരു സ്ഥലത്ത് തന്നെ ഇത് സെറ്റാവോളം വെക്കണം. ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് സെറ്റാവും. 5-6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തിരിക്കുന്നതാണ് ഇത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന അതേ പോലുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ട് അതേ ഷേപ്പിൽ തന്നെ നമുക്ക് സോപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് പിയേഴ്സ് സോപ്പ് ചേർത്തത് കാരണം ഇതിന് പിയേഴ്സ് സോപ്പിൻ്റെ സ്മെല്ലാണ് ഉള്ളത്. സ്മെല്ലിന് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എസൻസ് എല്ലാം ചേർക്കാവുന്നതാണ്. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സോപ്പ് റെഡിയായിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം സ്കിന്നിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സോപ്പാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വട്ടമെങ്കിലും ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.